ഈ CRPF കടന്നുപോയ വഴിയിൽ 8 മുതൽ 10 വരെ ഇടറോഡുകൾ ഉണ്ടായിരുന്നു. ഈ ഇടറോഡുകളെല്ലാം അൺമാൻഡ് ആയിരുന്നു. അതായത് അവിടെ ഒന്നും കാവൽക്കാരുണ്ടായിരുന്നില്ല. ഒരു CRPF സംഘം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീർ പോലുള്ള സ്ഥലത്തൊന്നും മനസ്സിലാക്കണം. സാധാരണഗതിയിൽ ഇനിയിപ്പോൾ റോഡ് മാർഗ്ഗമാണ് CRPF പോകുന്നെങ്കിൽ ആ റോഡ് സാനിറ്റൈസ് ചെയ്യും. അവിടെ ഈ കുഴിബോംബുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അത്തരത്തിലൊരു സാനിറ്റൈസേഷൻ നടന്നിട്ടില്ല. ജെയ്ഷെ മുഹമ്മദ് പുൽവാമ അറ്റാക്കിന് 2 ദിവസം മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ഒരു അറ്റാക്ക് നടത്തി. ട്രക്കിൽ ബോംബ് നിറച്ചിട്ടാണ്, RDX നിറച്ചിട്ടാണ് അവിടെ സ്ഫോടനം നടത്തി. എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടു. ആ വീഡിയോ പുറത്തേക്ക് വിട്ടപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അടുത്തത് ഇന്ത്യയിലാണ് അറ്റാക്ക് നടത്താൻ പോകുന്നത് എന്നാണ്. നമ്മളുടെ സെക്യൂരിറ്റി സംവിധാനം എന്ത് അലേർട്ട്നെസ് ആണ് അതിനകത്ത് പാലിച്ചത്? ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇമ്മിനന്റ് ത്രെട്ട് ഉണ്ട് എന്നുള്ള IB റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനൊരു അറ്റാക്ക് വന്നാൽ സ്വാഭാവികമായും ഒരു റിറ്റാലിയേഷൻ തിരിച്ച് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നറിഞ്ഞ അങ്ങനെ അനുമാനിച്ച പാകിസ്ഥാന്റെ സേന അഡ്വാൻസ് ചെയ്തിരുന്നു ഇന്ത്യൻ അതിർത്തിയിലേക്ക്. ഇത്രയും ഇൻപുട്സ് ഉണ്ടായിരുന്നു. ഇന്റലിജൻസ് വൃത്തങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒരേ ഇൻഫർമേഷൻ 2 അതിലധികമോ ഏജൻസികൾ തന്നാൽ അത് ഗൗരവത്തോടെ എടുക്കണം. ഇവിടെ പല ഏജൻസികൾ ഒരേ ഇൻപുട്ട് നൽകി, അലേർട്ട് ആയിരുന്നില്ല എന്നുള്ളതാണ്.